ഹലോ, ഞാനങ്ങനെ വീഡിയോ ഇട്ടിട്ടിപ്പോ 7 ദിവസമായി ഞാൻ വീഡിയോ ഇടുന്നു. കൊള്ളാം, 7 ദിവസമൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് വീഡിയോ ഇടാൻ എന്നെ കൊണ്ട് സാധിച്ചു. നോട്ട് ദ പോയിന്റ്. ഞാനിപ്പോൾ ഇന്ന് എനിക്ക് വർക്കില്ല. ഐ എം ഓഫ്. ഇന്നെൻ്റെ ഓഫ് ഡേ ആണ്. സോ ഐ തോട്ട് ഇന്നും കൂടി പോവാം. എല്ലാവർക്കും പണിയുണ്ട്, ഞാൻ വീട്ടിൽ ഒറ്റയ്ക്ക് ഇരിക്കണം, പിന്നെ ഫുഡൊക്കെ ഉണ്ടാക്കണം. വെറുതെ 2 ദിവസം, നാളെ എനിക്ക് അവധി കേട്ടോ. 2 ദിവസം അവധിയായിട്ടിരിക്കുമ്പോൾ ഞാൻ ചുമ്മാ ഇരുന്ന് ടൈം കളയണ്ട. എന്നാൽ പണ്ട് സമ്മറൊക്കെയാണ്. പണ്ട് ഞാൻ സമ്മറിൽ ഇതേപോലെ പുറത്തേക്ക് പോക്കൊക്കെ ആയിരുന്നു പരിപാടി. കറങ്ങാൻ പോക്കും ഇങ്ങനെ കറങ്ങി നടക്കലൊക്കെ ആയിരുന്നു. അപ്പോൾ അതേപോലെ ഈ പ്രാവശ്യവും അങ്ങ് പോയേക്കാം എന്ന് പറഞ്ഞു. എങ്ങോട്ടാണെന്നറിയില്ല. ഞാൻ ആലോചിച്ചിട്ട് എങ്ങോട്ട് പോണേന്നൊരു പിടുത്തമില്ല. ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ആരെങ്കിലും വിളിച്ചോണ്ട് പോകായിരുന്നു. അങ്ങോട്ട് ആരെങ്കിലും ആരാ ഫ്രീ ഉള്ളേ? എല്ലാവർക്കും ഒന്ന് പണി. ഇന്ന് ശരിക്കും ഉണ്ടല്ലോ, ഇത് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ട് 2 വണ്ടി വന്നിട്ടുണ്ട്. ഇന്ന് വീക്കെൻഡ് അല്ലാത്തതുകൊണ്ടേ എല്ലാവർക്കും വർക്കുണ്ട്. വർക്കില്ലാത്ത ആളെ കിട്ടല് വലിയ പാടാണ്. സോ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ നോക്കണം. എൻ്റെ പൊന്നടി, നല്ലൊരു സണ്ണിയുടെ ഇടയിൽ പോയി. പക്ഷേ എനിക്കിത് കണ്ടിട്ട് ചുമ്മാ പുറത്തേടെ ഇറങ്ങി നടക്കാൻ തോന്നണം. നിങ്ങൾ ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്ക് തോന്നുന്ന, അതായത് ഇപ്പം നിങ്ങളൊക്കെ 2 ദിവസത്തേക്ക് നിങ്ങളെക്കുറിച്ച് ഒരു അറിവില്ലാതെ ആയിക്കഴിഞ്ഞാൽ നിങ്ങളെക്കുറിച്ച് അന്വേഷിക്കും എന്ന് തോന്നുന്ന ആൾക്കാരുണ്ടല്ലോ നിങ്ങളുടെ ഉള്ളിൽ. ഓക്കെ, ഇവൻ എന്നെക്കുറിച്ച് അന്വേഷിക്കും, അല്ലെങ്കിൽ ഇവരെന്നെക്കുറിച്ച് അന്വേഷിക്കും എന്ന് തോന്നുന്ന, അങ്ങനെ അന്വേഷിക്കും എന്ന് തോന്നുന്ന ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞ വഴി നിങ്ങൾ അവരെ വിളിക്കുക. അവരെ വിളിച്ചിട്ട് ചുമ്മാ ചോദിക്കുക, എന്തുണ്ട് വിശേഷം, സുഖമാണോ എന്ന് ചുമ്മാ ചോദിച്ചോ. എന്തെങ്കിലും ഒരു കാര്യം നല്ല നടക്കട്ടെ ജീവിതത്തിൽ. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. ഇന്നത്തെ എൻ്റെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇങ്ങനെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. കാര്യം സമയം ഉണ്ടാവില്ല. ഇവരൊക്കെ തിരക്കിലായിരിക്കും, ചിലപ്പോൾ നിങ്ങൾ തിരക്കിലായിരിക്കും, എല്ലാവരും തിരക്കിലായിരിക്കും. അപ്പോൾ അതിപ്പോൾ ഇതൊന്നും നമുക്ക് ചെയ്യാനൊന്നും, നമ്മൾ ജീവിതമായിട്ട് തിരക്കായി കഴിഞ്ഞ് കഴിയുമ്പോൾ ഇതൊന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് നമുക്ക് ടൈം കിട്ടുകയില്ല. ഇതൊന്നും ചെയ്യാനായിട്ട് നമ്മളിപ്പോൾ ആലോചിക്കും, നമ്മുടെ കൂട്ടുകാരെയൊക്കെ വിളിക്കണം, അവനെയൊക്കെ വിളിച്ചിട്ട് കുറേ ആയല്ലോ എന്നൊക്കെ ആലോചിക്കും. ഇതൊക്കെ എനിക്ക് സംഭവിച്ചിട്ടുള്ള കേട്ടോ. ആലോചിച്ച് കഴിഞ്ഞിട്ട് നമ്മളൊന്നും ചെയ്യാൻ നമുക്ക് ടൈം കിട്ടില്ല. കാരണം നമുക്ക് നമ്മുടേതായിട്ടുള്ള ജീവിതത്തിൻ്റെ തിരക്കുകളുണ്ടാവും. അപ്പോൾ ആ തിരക്കിൻ്റെ ഇടയ്ക്ക് നമ്മളത് വിളിക്കാനും അന്വേഷിക്കാനൊന്നും ടൈം കിട്ടില്ല. അങ്ങനെ ടൈം കിട്ടാതെ ഇരിക്കുമ്പോൾ ഒരു ഓർമ്മപ്പെടുത്തലായിട്ട് കണ്ടാൽ മതി വീഡിയോയിൽ. നിങ്ങളിത് കാണുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പ്രത്യേകിച്ചൊന്നുമില്ല, വേഗം തന്നെ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുക, അപ്പം തന്നെ എടുക്കുക, ഡയൽ ചെയ്താൽ, എന്നിട്ട് വിളിച്ചിട്ട് ചോദിക്കുക എന്നാണ്ട് വിശേഷം എന്ന് ചോദിക്കുക. അല്ലെങ്കിൽ ഈ വീഡിയോ സെൻഡ് ചെയ്ത് കൊടുക്കുക. വീഡിയോ സെൻഡ് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ അവർക്ക് അങ്ങനെ തോന്നുന്ന ആരെങ്കിലും എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവരെ വിളിച്ചു നോക്കട്ടെ. എല്ലാവരെയും ഒന്ന് വിളിക്കട്ടെ, നല്ലല്ലേ? ഞാൻ ഒരു കട വരെ പോയിട്ടൊരു സാധനം മേടിക്കാമെന്ന് ചോദിച്ചു. ഇവിടെ നിർത്തിയിട്ടോ സീനാവോ, പോയി നോക്കട്ടെ. അപ്പോൾ ഞാനിങ്ങനെ പുറത്ത് വന്നിട്ട് വിചാരിച്ചു, ആരെങ്കിലൊക്കെ ഞാൻ ഇങ്ങനെ വിളിച്ചോണ്ട് പോകാറുണ്ട്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ചുമ്മാ ഇരിക്കുമ്പോൾ ആരെങ്കിലും ഫ്രീ ഉള്ള ആരെങ്കിലും. അപ്പം നമ്മുടെ വീട്ടിൽ ആരും ഫ്രീ ഇല്ല, നമ്മുടെ കൂട്ടത്തിലുള്ള ആരും ഫ്രീ ഉള്ള ആരെങ്കിലും തപ്പിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അതിനിടയ്ക്ക് കടയിൽ പോയി ഞാൻ പെപ്സി മേടിച്ചു. ഇതൊന്നും കുടിക്കൽ അത്ര നല്ലതൊന്നുമല്ല, ബട്ട് സ്ഥിരമൊന്നും കുടിക്കാത്തതുകൊണ്ട് വല്ലപ്പോഴൊക്കെ കുടിക്കാം, നോ പ്രോബ്ലം. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് ഞാനിപ്പോൾ എവിടെ പോകും എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുക. ഞാനൊരു നേരത്തെ പോയ ഒരു സ്ഥലമുണ്ട്, ആ സ്ഥലം ഞാൻ കാണിച്ചു തരാം. എടാ, ഞാനിപ്പോൾ ഇതേ ഇൻസ്റ്റാഗ്രാം എടുത്ത് നോക്കി കഴിഞ്ഞപ്പോഴേ ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഉണ്ടല്ലോ, 10K ഒക്കെ ആയി. സീൻ തന്നെ. എന്ത് സംഭവിക്കുന്നു? വാവ്, വണ്ടർഫുൾ. നോട്ടെ, ഇത് ഞാനൊരു മോട്ടിവേഷൻ ആക്കി എടുത്ത് ഞാൻ ഇനിയും വീഡിയോ ഇടാം. കം ഓൺ, യെസ്. നമ്മളപ്പോൾ ഇവിടെ എത്തി. ഇതിൻ്റെ സ്ഥലം ഒന്നും എനിക്കറിയാൻ പറ്റില്ല. ഞാൻ മുമ്പ് പോയൊരു സ്ഥലത്തിൻ്റെ ഫോട്ടോ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ജിയോ ലൊക്കേഷൻ ഉണ്ടായിരുന്നു. അപ്പോൾ അതെടുത്തിട്ട് ഞാൻ അതിൻ്റെ അകത്ത്
പ്ലേസ് കണ്ടുപിടിച്ചു. നമുക്ക് അങ്ങോട്ട് പോകാമെന്ന് വിചാരിച്ചു. ഒരു സമയം എടുത്തു ഇവിടെ എത്താൻ, പക്ഷെ കുഴപ്പമില്ല, നമ്മളിവിടെ എത്തി. ഇവിടെ എങ്ങാണ്ട് ടിക്കറ്റ് എങ്ങാണ്ട് ഉണ്ടെന്നാണ് തോന്നുന്നത്. എന്തോ ഹിസ്റ്റോറിക് പ്ലേസ് ആണെന്നൊക്കെ പറയപ്പെടുന്നു. പണ്ട് വന്നു കഴിഞ്ഞപ്പോൾ അങ്ങനെ എന്തൊക്കെ വായിച്ചു തുറക്കും. ഞാൻ അത് ചുമ്മാ ഇരിക്കുകയാണല്ലോ, വെറുതെ അവിടെ വന്നിരുന്ന് ടൈം കളയാം എന്നോർത്തു. What do you guys say? ബാക്കി ഞാൻ അവിടെ പോയിട്ട് കാണിച്ചു തരാം. You see, this is the place. You see, ഇതേതാ സ്ഥലം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിയാൻ പാടില്ല. പക്ഷെ ഞാൻ നേരത്തെ ഇവിടെ വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ കുറച്ച് ട്രാവൽ ചെയ്ത് ഇങ്ങ് പോരാം എന്ന് വിചാരിച്ചു. പുല്ല്, നല്ല മൂഞ്ചിയ കാറ്റ്. ഞാൻ മറ്റേ സാധനമൊന്നും എടുത്തിട്ടില്ല, ജാക്കറ്റും കൊണ്ടൊന്നും എടുത്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തണുക്കുന്നു ചെറുതായിട്ട്. എൻ്റെ കണ്ണൊക്കെ നിറഞ്ഞു വരുന്നുണ്ട്. നൊക്കളാച്ചിക്കാരനായിരിക്കും. സോ everybody is asking me, not me actually, they're asking my friends and everyone that am I going crazy or not. Actually, I am crazy. Nobody knew it before. Now everybody knows that I'm fucking crazy. What do you guys say? ഞാൻ ഇവിടെ വന്നു. ഇവിടെ നല്ല തണുപ്പുണ്ട്. ഇവിടെ കയറണമെങ്കിൽ നല്ല കാശാണ്. 11 pounds കൊടുക്കണം. ഞാൻ ചുമ്മാ ഇരുന്നപ്പോൾ നിങ്ങളെയൊക്കെ സ്ഥലം ഒക്കെ ഒന്ന് കാണിച്ചു തന്നേക്കാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ ഇന്ന് നല്ല സണ്ണി ഡേ ആയതുകൊണ്ട് വീട്ടിൽ തന്നെ ചുമ്മാ ഇരിക്കാൻ എനിക്ക് തോന്നിയില്ല. ചുമ്മാ വീട്ടിൽ തന്നെ ഇരുന്ന് എന്നും ഞാൻ ഈ കുക്ക് ചെയ്യുന്നതും ഫുഡ് ഉണ്ടാക്കുന്നതും തിന്നുന്നതും ഒക്കെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. സോ I thought I'll make this video a little bit cooler and funnier and making it good. That's what I thought. ഞാൻ നിങ്ങളെയൊക്കെ ഇങ്ങോട്ട് എടുത്തുകൊണ്ടുവരാം എന്ന് വിചാരിച്ചു. എല്ലാവരും കാണട്ടെ. ഞാൻ പണ്ട് ഇതേപോലെ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട്. ഞാൻ അന്നൊന്നും ഇതേപോലെ വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ഷെ ഞാനിങ്ങനെ I was not explaining everything. So ആ വീഡിയോ ഒരു വോയിസ് ഓവർ ചെയ്തിട്ട് വേണം if I want to post. എനിക്ക് പോസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ I have to give a voice over. അങ്ങനെ വോയിസ് ഓവർ ഒക്കെ ചെയ്ത് ഇടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ I don't know I can do that, but maybe in future maybe I can do that. So ആ സമയത്ത് ഞാനിടാം. എന്തായാലും ഭാവിയിൽ എപ്പോഴേലൊക്കെ ഞാൻ ആ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നതാണ്. പോസ്റ്റ് ചെയ്യാതിരിക്കുന്നില്ല, പോസ്റ്റ് ചെയ്യാം. വോയിസ് ഓവർ ചെയ്യാൻ എനിക്ക് എപ്പോഴാണോ കോൺഫിഡൻസ് വരുന്നത് ആൻഡ് മൈ വോയിസ് ഓവർ ഈസ് ഗുഡ് എന്ന് എനിക്ക് തോന്നിക്കഴിഞ്ഞാൽ I'll post it. You don't have to worry. You just have to wait. Okay? ബാക്കി ഇതിൻ്റെ അകത്തേക്ക് ഇത് ഇച്ചിരി ഞാൻ കാണാം. ഇതേപോലെ സ്ഥലത്തിൻ്റെ അകത്തേക്ക് കുറച്ച് നടക്കാനൊക്കെ ഉണ്ട്. കുറച്ച് നടന്ന് നോർത്ത് സൗത്തൊക്കെ ഇതിങ്ങനെ നടന്ന് അവിടെ കണ്ട് എത്തണം. അവിടെ കണ്ട് എത്തിക്കഴിഞ്ഞാൽ അവിടെ എന്തൊക്കെയോ ഉണ്ടെന്നാണ് തോന്നുന്നത്. അപ്പോൾ അവിടെയൊക്കെ പോയി കഴിയുമ്പോൾ ഞാൻ അതൊക്കെ വീഡിയോ എടുക്കാം എന്ന് കാണിച്ചു തരാം. ഇതെന്ത് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അത്ര ഡീറ്റെയിൽ ആയിട്ടൊന്നും അറിയത്തില്ല. ഞാൻ ചുമ്മാ സ്ഥലം കാണിച്ചു തരാമെന്ന് വിചാരിച്ചാണ് എടുത്തു വന്നത്. ഇതിനെന്തൊക്കെയോ ഒരു ഹിസ്റ്ററി ഉണ്ട്. നാഷണൽ ട്രസ്റ്റ് അങ്ങനത്തെ എന്തോ സെറ്റപ്പിലുള്ള ഇവിടുത്തെ നാഷണൽ ട്രസ്റ്റിൽ വരുന്ന എന്തോ സാധനമൊക്കെയാണ്. എന്നാൽ പിന്നെ ഇവിടെ ഒന്ന് കുറച്ച് നേരം ഇരുന്നേക്കാം. ഇന്ന് നല്ല വെയിലുള്ള ദിവസമാണ്. എന്നാൽ പിന്നെ വെയിലൊക്കെ കൊണ്ട് ഇതിൽ നടന്നിട്ട് ഇച്ചിരി വിറ്റാമിൻ ഡി ഒക്കെ കിട്ടട്ടെ. ഇവിടെ വന്ന് പിന്നെ വിറ്റാമിൻ ഡിയുടെ വളരെ കുറവ് ഞാൻ അനുഭവപ്പെടുന്നു. സപ്ലിമെൻ്റ് എടുക്കേണ്ട അവസ്ഥയാണ്. യെസ്, ഞാനിവിടെ വന്നു. എൻ്റെ പൊന്നേ, ഞാനിന്ന് ജാക്കറ്റൊന്നും എടുത്തില്ല. മതിയായ കാറ്റടിക്കുന്നു, തണുക്കുന്നുണ്ട്. ഈ കാറ്റ് വീശുമ്പോൾ നല്ല തണുപ്പുണ്ട്. പക്ഷെ നല്ല സണ്ണി ഡേ ആണ്. പക്ഷെ എന്ത് ചെയ്യാം, I'll show you around. ഇതെന്തോ ഇവർ പറയുന്ന എന്തോ മീസ് ആണെന്നൊക്കെയാണ്. മീസ് പോലെയാണ് ഇതിങ്ങനെ വരച്ചിട്ടേക്കുന്നത്. ഇതിൻ്റെ അപ്പുറം വേറെന്തോ സംഭവം ഉണ്ടെന്നാണ് പറഞ്ഞ്. പിന്നെ ഇവിടെയൊക്കെ ചുമ്മാ വേണമെങ്കിൽ കണ്ടോ, കണ്ട ഞാനിപ്പോൾ ഒരു കുന്നിൻ്റെ മേളിലാണ്. ഇവിടെ വേറെന്തോ സംഭവമുണ്ട്. ഇതെന്ത് സാധനം എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് അറിഞ്ഞൂടാ. ബട്ട് ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ ഇടയ്ക്കൊക്കെ ചെറിയ വെള്ളം പോകുന്നു. അതെ, ആൾക്കാരൊക്കെ ഇവിടെ വരുന്നുണ്ട് കേട്ടോ ഇടയ്ക്ക് കാണാൻ. ഇതെന്തോ നാഷണൽ ട്രസ്റ്റിൻ്റെ എന്തോ സാധനമാണ്. സോ പീപ്പിൾ വെൽക്കം. ഇവിടെ ഇതേപോലെ ഒരു കുന്നുണ്ട്. ഇതേ ഇരിക്കുന്ന കുന്നുണ്ടോ? അതേ ഇരിക്കണേ. ഇതേപോലെ ഒരു സാധനത്തിൻ്റെ മേളിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാൻ ഈ അപ്പുറം പോയിട്ട് ഈ ബിൽഡിങ്ങിലേക്ക് പോവാം എന്നാലോചിക്കുന്നു. അവിടെയായിരുന്നു ഞങ്ങൾ നേരത്തെ കയറി കറങ്ങി നടന്നത്. ചുമ്മാ ഒന്ന് പോയി നോക്കാം. ഈ കാറ്റിൽ നിന്നും ഒരു ശമനം കിട്ടും.
തണുപ്പ് ഹെവി തണുപ്പ്. ഞാൻ കുറച്ചു നേരം ഇവിടെ വന്ന് ഇങ്ങനെ വന്ന് നിന്നിട്ട് ചെയ്യാം കേട്ടോ. ഈസി ഇങ്ങനെ വന്ന് ഇവിടെ വന്നേ ഇങ്ങനെ കിടക്കാം എന്ന് വിചാരിച്ചു. കുറച്ച് നേരം എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കുറച്ച് സൂര്യനൊക്കെ കൊണ്ട് ഇവിടെ ഏതോ മരമൊക്കെ വെട്ടിക്കളഞ്ഞ കുറ്റിയൊക്കെ വിട്ടു. 2 കുറ്റികളുടെ ഇടയിൽ അപ്പോൾ അങ്ങനെയൊക്കെ ഞാൻ ഇവിടെ വെയിലും കൊണ്ടിരിക്കുന്നു. കുറച്ച് കഴിയുമ്പോൾ അപ്പുറം ആ സാധനത്തിലേക്ക് പോകണം. എന്താ അവിടെ പോയിട്ട് ബാക്കിയും കൂടെ എടുക്കാം. യെസ്, അറ്റ് ലാസ്റ്റ് നമ്മൾ ഇവിടെ എത്തിയിരിക്കുന്നു. യെസ്, സീ ദ പ്ലേസ്. ഇതെന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതിങ്ങനെ പകുതിക്ക് വെച്ച് ഇവരെല്ലാം ഇങ്ങനെയാണ്, പകുതിക്ക് വെച്ച് പണി നിർത്തിയിട്ട് ഇങ്ങനെ വച്ചേക്കും. ഇതൊന്നും കംപ്ലീറ്റ് ചെയ്യില്ല. ഇവർക്ക് അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. ഞാനിപ്പോൾ ഇങ്ങനെ കുറേ ക്യാഷിൽ അങ്ങനത്തെ ഇപ്പോൾ പൊളിഞ്ഞാടി പോയതാണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഇതൊന്നും കംപ്ലീറ്റ് ആക്കാതെ ഉമ്മാർ ഇതേപോലെ പകുതി പണിക്ക് വെച്ച് നിർത്തിട്ടോ. ഇതെന്ത് നടുക്ക് ഇങ്ങനെ ഒരു സാധനം ഇങ്ങനെ കിടക്കും കണ്ടോ. ബാക്കി മൊത്തം ഇങ്ങനെ നേരത്തെ ഇങ്ങനെ കിടക്കുക. കണ്ടോ. ഓ മൈ ഗാഡ്. ഇതിൻ്റെ അകത്ത് പണ്ട് കയറിക്കൊണ്ടെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് എഴുതിയേക്കുന്നു ദിസ് ഇസ് നോട്ട് സേഫ്. ചിലപ്പോൾ കാലിലൊക്കെ മുകളിൽ നിന്ന് ഇടിഞ്ഞു പൊളിഞ്ഞ് വീഴുമായിരിക്കും തലയിലേക്ക്. അപ്പോൾ അതുകൊണ്ട് സേഫ് അല്ലെന്ന് പറഞ്ഞു. അതിൻ്റെ അകത്ത് കയറാൻ പറ്റില്ല. നമുക്ക് ഇതിൻ്റെ പുറത്തേക്കടെ റോം ചെയ്ത് നടക്കേണ്ടി വരും. ഇതിൻ്റെ അകത്തേക്ക് ഇതിൻ്റെ അകത്തൊക്കെ പണ്ട് കയറായിരുന്നു. ഇപ്പം കയറാൻ പറ്റുന്നില്ല. എന്താ ഇതൊക്കെ കയറി ഇനി എങ്ങനെ ഇതിൽക്കൂടെയൊക്കെ വടവിട്ട് ചാടി താഴത്തേക്ക് ഇറങ്ങി ഞാൻ മുകളിലേക്ക് തിരിച്ച് കയറാൻ പറ്റില്ല. അതുകൊണ്ട് ഞാൻ വളരെ കഷ്ടപ്പെട്ട് നിങ്ങൾ കണ്ടോ, വളരെ പാടുപെട്ട് വീഡിയോ ഒക്കെ എടുക്കുന്നത്. ഇതുണ്ട ഇവിടെ നിന്നാണ് ഇത്രയോ ഉണ്ട്. ഇത് ദൂരെ നിന്നുള്ള വ്യൂ. സോ ഞാനിവിടെ വന്നു കഴിഞ്ഞപ്പോൾ നല്ല ചൂട്, വെയിലൊക്കെ ഉള്ളോട്ട് വെയിലൊക്കെ കൊണ്ടിരിക്കുമ്പോൾ ഞാൻ എന്തെങ്കിലും ഒരു സാധനം മേടിച്ച് തന്നേക്കാം എന്ന് വിചാരിച്ചു. സോ ഈസി കോർണറ്റ് ഞാനിത് മേടിച്ചു. പിന്നെ ഇത് കഴിച്ചിട്ട് ആവാം എന്ന് വിചാരിച്ചു. ഐസ്ക്രീമൊക്കെ തിന്ന് ഇവിടെ വെയിലും കൊണ്ട് കുറച്ച് നേരം അത് എൻജോയ് മൈ സെൽഫ് എന്നോർത്ത് ഞാനിങ്ങനെ ഇരിക്കുന്നു. ഹൗ ഇസ് യുവർ ഡേ ഗൈസ്? നിങ്ങളുടെ ഡേ നല്ലതാണോ? അത് ഫോൺ ഒരു സ്ഥലത്ത് പിടിച്ചതുകൊണ്ട് ഐ കനോട്ട് ഹോൾഡ് എവറിത്തിങ് ടുഗദർ. സോ ടേക്കിംഗ് ഇറ്റ് മൈ ടൈം. കണ്ടോ ഐസ്ക്രീം. അപ്പോൾ അങ്ങനെയാണ് ആ സ്ഥലം കണ്ട. അപ്പോൾ ഇന്നത്തെ സ്ഥലം കഴിഞ്ഞു. ഇനി കുറച്ച് നേരം ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നിട്ട് കുറച്ച് നേരം വെയിലൊക്കെ കൊണ്ടിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ പോകും. വൈകുന്നേരം ചെന്നിട്ട് വലിയ കാര്യമുണ്ട്. നാളെ ഒരു സൗദിയുണ്ട്. നാളെ ഇതേപോലത്തെ വേറെ സ്ഥലം കണ്ടുപിടിക്കണം. വീട്ടിൽ ഇരിക്കാൻ ഭയങ്കര ബോറ്. അപ്പോൾ അതുകൊണ്ട് ആരുമില്ല, എല്ലാവർക്കും ജോലിയുണ്ട്. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ വീട്ടിലിരുന്ന് കഥയൊക്കെ പറഞ്ഞ് സിനിമയൊക്കെ കണ്ടിരിക്കാറുണ്ട്. അതില്ലാത്ത നാളെ ആരെങ്കിലും ഉണ്ടോയെന്ന് അന്വേഷിച്ച് നോക്കട്ടെ. അതിൽ ഫ്രീ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരും വിളിച്ചുകൊണ്ട് പോകാം. സോ ഓക്കേ, നാളെ പാക്കലാം. ഒരു കാര്യം ഇവിടെ കാണിക്കാൻ മറന്നുപോയി. ഇവിടെ കുറച്ച് മരമൊക്കെ നിൽക്കണുണ്ടെങ്കിൽ ഇപ്പോൾ സൂര്യൻ അതിൻ്റെ ഇടയിലൂടെ വരുന്നത് കണ്ടപ്പോൾ എനിക്ക് നിങ്ങളെ കൊണ്ട് കാണിക്കണം തോന്നി. സോ വാച്ച്. നല്ല സ്ഥലേ. കണ്ട 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 മരങ്ങൾക്കിടയിലൂടെ ജിങ് 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 കണ്ട കണ്ട ഇങ്ങനെ മൂവ് ചെയ്യുമ്പോൾ സൂര്യൻ ഇങ്ങനെ വന്നും പോകുന്നു. നല്ല സ്ഥലേ. ഇഷ്ടപ്പെട്ടില്ലേ വേണ്ട. ഇവിടെ മോനെ ഞാൻ മഞ്ഞ വഴിക്കുണ്ടല്ലോ, മഞ്ഞ വഴിക്ക് ഒരു പമ്പിൽ കയറിയതാണ്. അപ്പോൾ ഇതിൻ്റെ പൊന്നളിയ ഒരു വണ്ടി ഉണ്ടല്ലോ ഇവിടെ പമ്പിൻ്റെ സൈഡിൽ കാത്തി കരിഞ്ഞ് പണ്ടരടെ വേണം. ഞാൻ അവിടെ കാണിച്ചു തരാം. എൻ്റെ മോനെ സീൻ തന്നിൽ ഫുള്ള് കരിഞ്ഞില്ലാണ്ടായിപ്പോയി. അയ്യോ വണ്ടി. Oh my god. മോനെ കരിഞ്ഞു പോയി, ഫുള്ള് കത്തിപ്പോയി.